ഇപ്പോൾ കേണൽ ഡിന്നി കൂടി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. കേണൽ ഡിന്നി, ഈ അപകടം ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് ഉണ്ടാകുന്നത്. രാജ്യമാകെ നടുക്കുന്ന ഒരു അപകടമാണ്. രാജ്യത്തിൻ്റെ ആദ്യ സംയുക്ത സൈനിക മേധാവി ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു എന്നതാണ് ആ ആഘാതം വലുതാക്കുന്നത്. എന്താണ് ഈ അപകടത്തെക്കുറിച്ച് താങ്കൾക്ക് അറിയാൻ കഴിഞ്ഞത്, മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ആദ്യം തന്നെ ഇതൊരു വലിയൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. നമ്മളെ ഭാരതത്തിന്റെ ഏറ്റവും സീനിയർ മോസ്റ്റ് മിലിറ്ററി ഓഫീസർ, സൈനിക ഓഫീസർ, അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു ഹെലികോപ്റ്ററാണ് ക്രാഷ് ആവുന്നത്. അപ്പൊ അതിന്റെ അത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുവരെ കൺഫേം ചെയ്തിട്ടുള്ളത് ഈ 14 പേര് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു എന്നാണ്. 4 പേരുടെ മരണം മാത്രമാണ് ഇതുവരെ കൺഫേം ചെയ്തിട്ടുള്ളത്. അവരാരൊക്കെയാണെന്ന് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഈ ഹെലികോപ്റ്റർ സുലൂർ എയർഫോഴ്സ് ബേസിൽ നിന്ന് നീൽഗിരീസിലുള്ള ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജ് കുന്നൂറിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു യാത്രയായിരുന്നു CDS ചെയ്തത്. അതിനിടയ്ക്കാണ് ഇത് സംഭവിച്ചത്. അപ്പൊ കട്ടേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇത് നടന്നത്. ഇത് Mi-17 എന്ന് പറഞ്ഞാൽ Mi-17 എന്ന് പറയുന്ന എയർഫോഴ്സിന്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെലികോപ്റ്ററാണ്. ഏറ്റവും ഇതിനകത്ത് ക്രാഷസ് ഒക്കെ വളരെ റെയർ ആയിട്ട് അല്ലെങ്കിൽ വളരെ കുറച്ച് ആക്സിഡന്റ്സ് മാത്രം സംഭവിക്കുന്ന ഒരു ഹെലികോപ്റ്ററാണ്. അതുപോലെ തന്നെ പൈലറ്റ്സ് ഏറ്റവും നല്ല ട്രെയിനിങ് ഉള്ള ലോകത്ത് തന്നെ വളരെ ഏറ്റവും നല്ല പൈലറ്റ്സ് ആയിട്ടുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കാരണമൊക്കെ എന്താണെന്നുള്ളത് ഇനിയിപ്പോ നമുക്ക് അറിയാൻ വരുന്നേ ഉള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും അവിടെ ഈ കാലാവസ്ഥ മൂലമാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഹെലികോപ്റ്ററിൽ എന്തെങ്കിലും തകരാറ് വന്ന കാരണമാവാം. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതായത് ഇങ്ങനത്തെ ഉള്ള ഒരു വിസിറ്റിന് മുമ്പ് ഇതേപോലത്തെ ഒരു ഡ്രൈ റിഹേഴ്സൽ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അവിടെ സർവീസ് ചെയ്തിട്ടുണ്ട് കുന്നൂറിൽ, അവിടെ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ. അപ്പൊ നമുക്കറിയാം 1 ദിവസം 2 ദിവസം മുമ്പ് ഇതേപോലത്തെ ഹെലികോപ്റ്റേഴ്സ് വന്ന് ലാൻഡ് ചെയ്ത് അവർ റിഹേഴ്സൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത് ഇതുപോലത്തെ VVIPs വരുമ്പോൾ. അപ്പൊ അതുകൊണ്ട് പൈലറ്റ്സിന്റെ ഡിസോറിയന്റേഷനോ അങ്ങനെയൊക്കെ അങ്ങനത്തെയൊക്കെ കാരണം ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇതിന്റെ റിപ്പോർട്ടൊക്കെ വന്നാലേ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും നമ്മളെ രാജ്യത്തെ സംബന്ധിച്ചോളം ഒരു വലിയ ഒരു സംഭവമാണ്. നമ്മളിപ്പോ ഒന്നും അതിനെ സ്പെക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പറ്റത്തില്ല. ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത്. എന്തെങ്കിലും അങ്ങനെ അട്ടിമറികൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടാകും എന്ന് സംശയിക്കേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ? അതോ ഒരു സാധാരണ അപകടം, ഈ കാലാവസ്ഥയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ള ഒരു അപകടം എന്ന നിലയിലാണോ നമ്മൾ കാണേണ്ടത്? ഇതുവരെ നമുക്ക് അങ്ങനെ വേറെ എന്തെങ്കിലും അട്ടിമറിയെ കുറിച്ച് നമുക്ക് ഇപ്പം പറയുന്നത് വളരെ ഒരു പ്രിമച്വർ ആയിട്ട് ഇതായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനത്തെ ഉള്ള എല്ലാ ആംഗിളുകളും ഈ പരിശോധന നടത്തുമ്പോൾ അവർ പരിശോധിക്കും. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു VVIP, നമ്മളെ ഭാരതത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു സൈനികൻ ട്രാവൽ ചെയ്യുമ്പോൾ വേണ്ടുള്ള എല്ലാ കരുതലും, എല്ലാ ചെക്സും ബാലൻസസും റിഹേഴ്സൽസും ഒക്കെ ചെയ്തിട്ടാണ് അത് നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹെലികോപ്റ്റർ ക്രാഷ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും ആ റിപ്പോർട്ട്, ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കൊന്നും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊന്നും എഴുതി തള്ളാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ പോലെയുള്ള ഈ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ പുറത്തു വരും എന്നാണ് എന്റെ വിശ്വാസം. കൂനൂരിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുവല്ലോ. അവിടുത്തെ ഈ പരിതസ്ഥിതി, കാലാവസ്ഥ ഓരോ സമയവും ഓരോന്നും പല സ്വഭാവമുള്ളതാണ് എന്ന് ശ്രീ പലേരി സാർ നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. താങ്കളുടെ അനുഭവം അത് തന്നെയാണോ? അതെ, തീർച്ചയായിട്ടും. അവിടെ നമ്മളിപ്പോ ഒരു ഇംഗ്ലീഷ് വെതർ എന്ന് പറയുന്ന പോലത്തെ അവിടെ പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഹെലികോപ്റ്റേഴ്സ് ഒക്കെ പറക്കാറുണ്ട്, ഹെലികോപ്റ്റേഴ്സ് ഒക്കെ വരാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പൈലറ്റ്സ് ഒക്കെ അവിടെ തന്നെ ഫ്ലൈ ചെയ്ത്, ഇപ്പം സുലൂർ എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ വലിയ ദൂരമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പൊ ഈ ഏരിയയിലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം കാലാവസ്ഥ മോശമാണെങ്കിൽ തന്നെ അവർക്ക് ഒരു ഐഡിയ ഉണ്ട്, എത്ര അടി താഴെ പോയി കഴിഞ്ഞാൽ മല വരും, എങ്ങനെ എവിടേക്ക് എന്നുള്ള രീതിയിലുള്ളത് കുറിച്ച് അറിവും പൈലറ്റിനുള്ള നോളജും ഉണ്ട്. അതുപോലെ തന്നെ ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ തന്നെ പല സംവിധാനങ്ങളും ഉണ്ട്. അതുകൊണ്ട് എത്ര മോശ കാലാവസ്ഥ ആയാലും ശരി ഇതുപോലുള്ള ഒരു ക്രാഷ് ഉണ്ടാവേണ്ട സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻവെസ്റ്റിഗേഷൻ വന്നാലേ പറ്റത്തുള്ളൂ. പക്ഷെ ഈ കാലാവസ്ഥ പെട്ടെന്ന് മാറുന്ന ഒരു ഇഷ്യൂ അവിടെ ഉണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. ശരി, വളരെ നന്ദി കേണൽ ഡിന്നി ഞങ്ങളോട് ഈ അവസരത്തിൽ ഇത്രയും സമയം ചെലവഴിച്ചതിന്.